episode of Sunday Stories. അപ്പോ ഇന്ന് നമ്മൾ ഇന്റർവ്യൂ പോലെ ചെയ്ത് ഡേ മൈ ലൈഫ് അല്ല, എനിക്കത് ഓഫ് ചെയ്തിട്ട് അത് മാത്രം. അപ്പൊ എന്താ പരിപാടി? ഇന്ന് നമ്മള് നമ്മുടെ ഡേ ഇൻ മൈ ലൈഫാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ കുറച്ച് പരിപാടികളുണ്ട് നമുക്ക്. ഡേ ഇൻ മൈ ലൈഫ് ആണെന്നുണ്ടെങ്കിലും ഇന്ന് കുറച്ച് ഓഫുള്ള ദിവസമായിട്ട് കുറച്ച് പരിപാടികൾ നമുക്ക് ചെയ്ത് തീർക്കാണ്ട്. അപ്പൊ അതൊക്കെ എന്താന്ന് കാണിക്കാം. അതുപോലെ തന്നെ ഇന്നൊരു പ്രത്യേകത ഉണ്ട്. അതെ, ഈ സൺഡേ ജൂലൈ 19th 6 months ബാക്ക് ആയിരുന്നു ഞങ്ങളുടെ മാരേജ്. ഇതൊരു ഹാഫ് വേ ഓഫ് വെഡിങ് ആനിവേഴ്സറി ആണ്. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. താങ്ക് യു. അപ്പോ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പോൾ നമ്മുടെ കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. അപ്പോൾ ഇവള് ഇന്ന് മടിയുള്ളൊരു ഡേ ആയതുകൊണ്ട് ഇവള് വളരെ ലഘുവായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇന്ന് ഉണ്ടാക്കി തന്നത്. അയ്യോ, അപ്പോൾ ഇന്നിപ്പോൾ ഇതേ ഒരാൾ എന്താണ്ടൊക്കെ എഴുതി തുടങ്ങിയിട്ടുണ്ട്. എന്നിട്ട് എഴുതണേ നമുക്ക് ഇന്നത്തെ പ്ലാൻസ് ആണ്. ഇന്നത്തെ പ്ലാൻസ് നമുക്ക് ജെറ്റ് വാഷിൽ പോണം. എന്തിനാ ജെറ്റ് വാഷിൽ പോണേ? കാർ വാഷ് ചെയ്യാനായിട്ട്. അപ്പൊ ഇന്ന് കുറച്ച് ദിവസമായി നമ്മുടെ കാറൊക്കെ വാഷ് ചെയ്തിട്ട്, അപ്പൊ ഇന്ന് എന്തായാലും കാർ വാഷ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മെയിൻ പരിപാടി എന്ന് പറയുന്നത്, ഇന്നത്തെ മെയിൻ പരിപാടിയാണിത്. നമ്മുടെ ലോഗോ, യൂട്യൂബിൻ്റെ ലോഗോ ഒരു പ്രിൻ്റ് എടുത്ത് ഇവിടെ ഒട്ടിക്കണം. എന്താ അഭിപ്രായം? ബ്യൂട്ടിഫുൾ. അപ്പോൾ ഇവിടെ ഒട്ടിക്കണം. അതാണ് അടുത്ത പരിപാടി ഇന്നത്തെ. അപ്പോൾ ഏകദേശം സമയത്തിലായി. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ സമയം ഇന്നിപ്പോൾ ഒരു 10:30 അപ്പോൾ നമ്മൾ ആദ്യം ഇനിയിപ്പോൾ ഇതിന് പോകണോ അതോ വണ്ടി എടുക്കാൻ പോകണോ? ഫസ്റ്റ് നമുക്ക് ഫ്രെയിം എടുക്കാൻ പോകാം, കാരണം കട അടയ്ക്കും. അപ്പോൾ ആദ്യം നമ്മളിനി ഫ്രെയിം എടുക്കാൻ പോകും. അപ്പോൾ റെഡി ആയിട്ട് നമ്മൾ നമ്മുടെ ലോഗോ ഫ്രെയിം എടുക്കാൻ പോകും. പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും നമ്മുടെ ലോഗോ പ്രസിദ്ധീകരണമാണ് ഇന്നത്തെ ഫസ്റ്റ് പരിപാടി. ഓക്കെ. അപ്പം ഞാനിവിടെ റെഡിയായി നിൽക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 1/2 മണിക്കൂറായി. ഇവിടെ അതായിരിക്കും, അത് ചിലപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും. തല എന്താ പറയാനാ, മുടിയിരി, ലിപ്സ്റ്റിക് ഇട്ട്, കണ്ണെഴുതി, ആസ് യൂഷ്വൽ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ വെയിറ്റിംഗ് ഫോർ നിയർലി 30 minutes now. അപ്പൊ ഏകദേശം ഒരു 1/4 മണിക്കൂറായി ഞാനിവിടെ ഇങ്ങനെ കാത്തു. അന്നാ ഒരു 15-20 മിനിറ്റ്, അന്ന് 1/2 മണിക്കൂർ. അപ്പോൾ ഇനി പുറത്തിറങ്ങിയിട്ട് കാണാം. ഞാനൊരു കാര്യം പറയട്ടെ. എനിക്ക് പറയാൻ ഒരു കാര്യമാണ്. നിങ്ങളെല്ലാവരും വിചാരിക്കും അപ്പോൾ ഷാരോൺ പാവം 1/2 മണിക്കൂർ വെയിറ്റ് ചെയ്ത് നിൽക്കാനെന്ന്. സത്യത്തിൽ അതല്ല. അവന് ആകെ ഒരു പാൻറ് മാത്രം മാറിയിട്ട് പറയും ഇങ്ങനെ പറയണ ഒരാളാണ്. ഞാനപ്പോൾ ഇത്തിരി മുടിയൊക്കെ ഒന്ന് കെട്ടി ഡ്രസ്സിട്ട് മാത്രം ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഒരു 10 മിനിറ്റ് ചോദിക്കുന്നത്. നമുക്കതിൻ്റെ ആവശ്യമുള്ളൂ. ഇട്ട ബനിയൻ, ഒരു പാൻറ്, പരിപാടി തീർന്നു. പിന്നെ ഷൂ എടുത്തിട്ടാ കഴിഞ്ഞു. ഇത് കണ്ട, മുടിന്ന് സ്പ്രേ വരെ അടിച്ചാൽ അപ്പുറത്ത് കടയിലേക്ക് ഇറങ്ങുള്ളൂ. അപ്പുറത്തെ കടയില്ലല്ലോ, അപ്പുറത്തെ കടയില്ല. ഓക്കെ, ഇനി സമയം വയ്യ, നമ്മൾ രണ്ടുപേരും പിരിയും. അതുകൊണ്ട് വേമ്പ. അപ്പം അങ്ങനെ നമ്മൾ 1.5 മണിക്കൂറിന് ശേഷം റെഡിയായി ഇറങ്ങിയിരിക്കുകയാണ്. 1.5 മണിക്കൂറല്ല, വീട്ടുകാർക്കൊക്കെ വിളിച്ചാണ്. കുറേ ടൈം എടുത്തു. കുറേ സമയം അങ്ങനെ വീട്ടിൽ പോയി. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഒരു ഫോട്ടോ എടുക്കാമെന്നാണ് ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്യാമെന്നാണ് വിചാരിച്ചത്, നമ്മുടെ ലോഗോ. പക്ഷേ അതിനുശേഷം ഇരുന്ന് ആലോചിച്ചപ്പോൾ അപ്പുറത്തെ ചുമരും കൂട്ടി ഡെക്കറേറ്റ് ചെയ്യാൻ 3 ഫോട്ടോയും കൂടി പ്രിൻ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അപ്പോൾ ടോട്ടല് 4-5 ഫോട്ടോളം പ്രിൻ്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എന്താണെന്ന് കാണിച്ചു തരാം. അതുപോലെ തന്നെ ഇതിനൊക്കെ ഉള്ള ഫ്രെയിമും മേടിക്കണം. അപ്പോൾ അതിന് ഇവിടെ അടുത്ത് വേറൊരു കടയുണ്ട്, റേഞ്ചിൽ പോകാം. അപ്പോൾ റേഞ്ചിൽ പോയി ഫ്രെയിമും മേടിക്കണം, പ്രിൻ്റ് കൊടുക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ ജോലി. ലഞ്ചിനുള്ള സാധനങ്ങളും മേടിക്കണം. അപ്പോൾ ഇതിനു വേണ്ടി നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇപ്പം നേരെ അസ്ത പ്രിൻ്റ് എടുക്കാൻ. ഓക്കെ, അപ്പോൾ അസ്തയിലെത്തി. അപ്പം അങ്ങനെ ഫൈനലി നമ്മൾ അസ്ത എത്തി. ഫൈനലി നമ്മുടെ യൂട്യൂബ് പേജ് പ്രിന്റ് എടുക്കാൻ പോവാണ്. യൂട്യൂബ് ലോഗോ.
നമ്മുടെ അനാവശ്യമായ ഒരു ഫ്രെയിമും കൂടിയാണ്. കാണിച്ചു തരാട്ടോ എന്താണ് അനാവശ്യമായ ഫ്രെയിം. ഇപ്പോൾ വരും ഫ്രെയിം കാണിച്ചു തരാം. എനിക്ക് ഒട്ടും താല്പര്യമില്ല, പക്ഷെ ഷാരോണ് അതീവ താല്പര്യമായിട്ടുള്ള ഫ്രെയിമാണ്. നമ്മുടെ വണ്ടിയാണ്. പലർക്കും പലതരം ബ്രാൻഡുകളാണെന്ന് പറയണത് ഇതാണ്. അതിന് 10 മിനിറ്റ് ലേറ്റ് ആവുന്ന പറഞ്ഞപ്പോൾ നേരെ ഓടി ഷോപ്പിംഗ് ഉണ്ടെന്നും പറഞ്ഞ് ഇവിടെ കയറിയിട്ട് തുണിക്കടയൊന്നല്ല, അതൊരു സൂപ്പർ മാർക്കറ്റാണ്. അവിടുത്തെ ഡ്രസ്സ് നോക്കി അടക്കലാണ് ഇവിടുത്തെ ഇപ്പം മെയിൻ പണിയാവുന്നത്. ഡ്രസ്സൊന്നുമല്ല, നമുക്ക് ബീഫ് സ്റ്റേക്ക് ഓക്കെ. ലഞ്ചിനുള്ള ഷോപ്പിംഗ്. ഇംഗ്ലീഷ് ലഞ്ചാണോ? എൻ്റെ തന്നെ സിഗ്നേച്ചർ ഐറ്റം ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോൾ ബീഫ് സ്റ്റേക്സും പിന്നെ കുറച്ച് വെജീസും. ഇതാണോ സ്റ്റീക്കിലിരുന്ന ബീഫിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ വെതറാണ്. ഓക്കെ. ഇനി ഞാനെടുത്ത് ഇതേതെടുത്ത് ടൊമാറ്റോസ് ബേബി പൊട്ടറ്റോസ് പിന്നെ ക്യാരറ്റ് വേണം. ക്യാരറ്റ് ഇത് എടുക്കാം അല്ലേ? അപ്പോൾ ഇത്ര സാധനങ്ങൾ വേണം ഇന്നത്തെ ലഞ്ചിന്. ഇത്ര പോരാ? അല്ല, എന്തോ ഒരു പൗഡറും കൂടി എടുക്കണം. എനിക്കറിയില്ല, അത് കണ്ടാലും എനിക്കറിയുള്ളൂ. ഇംഗ്ലീഷുകാരുടെ ഒരു പൊടിയാണ് ഇതിലിടുന്നത്. പേരൊന്നും അറിയില്ല. ഇത് പെട്ടെന്ന് മനസ്സിൽ വന്നൊരു സാധനം നമ്മൾ ഉണ്ടാക്കുന്നത്, അത്രേ ഉള്ളൂ. ഓക്കെ. സ്റ്റേക്ക് സീസണിങ് പൗഡർ. ഓക്കെ. കഴിഞ്ഞു. പിന്നെ പ്രിന്റഡ് മേടിച്ചിട്ട് റേഞ്ചിൽ പോകണം. റേഞ്ചിൽ പോയി ഫ്രെയിം മേടിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക്. ഓക്കെ. എൻ്റെ പ്രിന്റ് നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കും. ഇത് ഫ്രെയിം ചെയ്ത് കാണിച്ചു തരാം. ലൈക്കൊന്നും ആയില്ല, ഫ്രെയിം ചെയ്തിട്ട് നോക്കട്ടെ. എന്തോരം സാധനം ഉണ്ടാവും, ഒരു കാർ മാത്രം മതിയായിരുന്നു. അപ്പോൾ നമ്മൾ റേഞ്ചിലെത്തി. ഇനി എന്താ പരിപാടി? ഇത് നമുക്ക് ഫോട്ടോ ഫ്രെയിം എടുക്കണം. ഒന്നും കാണില്ലല്ലോ കൈസ. ഫോട്ടോ ഫ്രെയിം എടുക്കണം. എത്ര ഫോട്ടോ ഫ്രെയിം എടുക്കണം? 5-6 ഫോട്ടോ ഫ്രെയിം അല്ലേ? 6 ഫോട്ടോ ഫ്രെയിം എടുക്കണം. ഫോട്ടോ ഫ്രെയിംസ് ഉള്ള സെക്ഷൻ എത്തി. റേഞ്ചിലാണ് കേട്ടോ ഇവിടെ ഉള്ളതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല ഫോട്ടോ ഫ്രെയിം വിത്ത് പിന്നെ ഡ്യുവറ്റ് കവേഴ്സ് എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല കളക്ഷൻസ്. ഞാൻ ഈ ഫോട്ടോ ഫ്രെയിംസ് ഓൺലൈനിലൊക്കെ നോക്കിയായിരുന്നു, പക്ഷെ റേഞ്ചിലാണ് കുറച്ചും കൂടി കാശ് കുറവും, അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി. അതുപോലെ നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല പ്രൈസും ഉണ്ട്. ഈ സംഭവം ഇല്ലായിരുന്നുണ്ടെങ്കിൽ നമുക്ക് ഫോട്ടോ എടുക്കായിരുന്നു. ഈ സംഭവം ഉണ്ട്. ഇത് നോക്കിയടി. ഇതാണ് നമുക്ക് വേണ്ട നമ്മൾ അളവിൽ നോക്കി വെച്ചിട്ടുണ്ടായ ഫ്രെയിംസ്. അപ്പോൾ ഇത് കണ്ടോ, ഒരെണ്ണത്തിന് 3.5 പൗണ്ടുള്ളൂ. നമുക്ക് വേണ്ടത് ഒരു A3 സൈസും 3 A3 സൈസും, പിന്നെ വേണ്ടത് 2 അതും 2 11:40. ഇത്രയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇത് കൊടുത്തിട്ട് നമ്മൾ നേരെ പോയി നമ്മുടെ ലോഗോ പ്രദർശിപ്പിക്കാൻ പോവുകയാണ്. ഇപ്പോൾ ലോഗോ പ്രദർശനമാണ് ഇനി അടുത്തത് കാണാൻ പോകുന്നത്. ജാനിൻ്റെ യൂട്യൂബ് ചാനൽ സൺഡേ സ്റ്റോറീസ്. ജാനിൻ്റെ യൂട്യൂബ് ചാനലൊക്കെ പണ്ട് ഇത് അപ്പോൾ അങ്ങനെ നമ്മൾ ഫൈനലി വീട്ടിലെത്തി. നമ്മുടെ ഫ്രെയിംസും കാര്യങ്ങളൊക്കെ റെഡിയാണ്. അപ്പോൾ ഇനി ഇതിൽ നമ്മൾ നമ്മുടെ ലോഗോ പ്രദർശിപ്പിക്കാൻ പോകണം. അതെ 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 ചെയ്ത ഞാൻ ചെയ്യണം. എന്നാൽ നീ ഫോൺ ഇത് പിടി. Tijo. 1, 2, 3. Ta-da! Ta-da! ഇത് ഇവിടെ വരണം അല്ലേ?
അടിപൊളിയായിരിക്കും അല്ലേ? കൊള്ളാം. ഇതുപോലെ പ്ലേ ബട്ടൺ വരണേ ഇനി. നമുക്ക് തന്നെ ഒരു ഓർമ്മ ഉണ്ടാവും, ഓക്കെ വീഡിയോ എടുക്കണം എപ്പോഴെപ്പോഴും കാണുമ്പോൾ. അടിപൊളി ഇഷ്ടമായി എനിക്ക്. നമ്മൾ എത്ര സെറ്റ് ചെയ്യണം? 3 ഇതുപോലത്തെ ഫോട്ടോയും പിന്നെ ഇതെൻ്റെ കാർ മോഡിഫിക്കേഷൻ ഫ്യൂച്ചർ പ്ലാൻ അതും, അങ്ങനെ ടോട്ടലി 5 എണ്ണം. നമ്മൾ 3 എണ്ണം വേറെ ഫ്രെയിം സെറ്റ് ചെയ്തത്. എങ്ങനെയുണ്ട്? സൂപ്പറായിട്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് ഇവിടെ ചുമരുമ്പോൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സാറിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു, എപ്പോഴും പറയും ഈ ഒരു ചുമര് പ്ലെയിൻ ആയിട്ട് കിടക്കണ കാണുമ്പോൾ അവിടെ എന്തെങ്കിലും വെക്കണം എന്ന്. അങ്ങനെ ഫൈനലി ആഫ്റ്റർ കുറേ നാളുകൾക്ക് ശേഷം ഇറ്റ്സ് ഡൺ. ഇനി ഒരു ഫേവറേറ്റ് ഐറ്റം കൂടി ഉണ്ട്. ഇതുപോലത്തെ പിക്ചേഴ്സൊക്കെ ഈ വാളിൽ ഒട്ടിക്കാനായിട്ടേ ആണി അടിക്കേണ്ട കാര്യമില്ല. അതിന് നമുക്കിതുപോലെ എന്താ ഡാമേജ് ഫ്രീ വാൾ പ്രൊട്ടക്റ്റഡ് സ്റ്റിക്കേഴ്സ് കിട്ടും. ഇതെന്താ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ നമുക്ക് സെറ്റായിട്ടായിരിക്കും കിട്ടുക. അപ്പോൾ ഇത് രണ്ടും ഇങ്ങനെ മടക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടും ഇങ്ങനെ ജോയിൻ ആവും. അപ്പോൾ 1 സൈഡ് പിക്ചറിൻ്റെയും 1 സൈഡ് വാളിൻ്റെയും ആയിട്ട് നമുക്ക് ഒട്ടിക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ അടിവശത്ത് ഉണ്ടോ, ഇങ്ങനെ വാളിന് അടിയിക്കായിട്ട് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിങ്ങനെ തുറന്ന് ഇതിൻ്റെ അടിഭാഗം മാത്രം വലിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പശ ഉള്ളിൽ നിന്ന് ഊരി പോന്നിട്ട് വാള് പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. വാളിൽ നിന്ന് പശ ഒട്ടി പിടിച്ചിരിക്കുകയും അതുപോലെ തന്നെ വാള് ഡാമേജ് ആവുക അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ സാധനം മേടിച്ച് ഇത് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വാൾ പ്രൊട്ടക്റ്റഡ് ആയിട്ട് തന്നെ നമുക്ക് ഫ്രെയിംസും കാര്യങ്ങളൊക്കെ വീട്ടിൽ ഒട്ടിച്ച് വയ്ക്കാം. ഇത് നല്ലൊരു ഗുണമുള്ളൊരു പ്രൊഡക്റ്റാണ്. വാൾ പ്രൊട്ടക്റ്റഡ് സ്റ്റിക്കേഴ്സ് എന്ന് സെർച്ച് ചെയ്ത എല്ലാ സോഷ്യൽ നെറ്റ്വർക്കിലും കിട്ടും കേട്ടോ. ലൈക്ക് ആമസോൺ, ടെമു എല്ലായിടത്തും ഉണ്ട്. ഇത് വലിയ എമൗണ്ട് ഒന്നുമില്ല. ഈ ടെസ്കോ പോലുള്ള സൂപ്പർ മാർക്കറ്റുകളിലും ഉണ്ട്. ഇത് വലിയ വിലയൊന്നുമില്ല, ചീപ്പാണ്. നമ്മൾ ട്രേഡ് സെന്ററിൽ നിന്ന് എടുത്തത്. അപ്പൊ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ വാളിലൊക്കെ ഒട്ടിക്കണത്. അപ്പൊ ഇതൊന്നും പറയണം, കാരണം ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. അതെ, ഇവിടെ ചില വാളുകളിലൊന്നും ലൈക്ക് നമ്മൾ അലൗഡഡ് അല്ല, ലൈക്ക് ഇങ്ങനെ മാർക്സ് വരുന്നുള്ള കാരണം നമുക്ക് ആണി അടിക്കാനും നമുക്ക് അവര് ഡെപ്പോസിറ്റ് പോകാനൊക്കെയുള്ള പേടിയൊക്കെ ഉണ്ടാവും. അപ്പൊ ഇതുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട്. അപ്പൊ അങ്ങനെ ഇത് പറയണമെന്ന് തോന്നി, നല്ലൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇങ്ങനെ ആഗ്രഹമുള്ളവരൊക്കെ ഇതൊക്കെ മേടിച്ചൊട്ടിച്ചാൽ സെറ്റായിരിക്കും. അത്രേ. പിന്നെ പറയാനുള്ളേ, ഭയങ്കര ഇഷ്ടമായി. ഇതാണ് കേട്ടോ നമ്മളിപ്പോൾ ഒട്ടിച്ചാണത്. ഈ സൈഡിൽ ഇത്, ഈ സൈഡിലും. ഇപ്പോൾ ഡേ ഇൻ മൈഫിലെ ടാസ്ക് 2 കംപ്ലീറ്റ് ആയി. എന്തൊക്കെയാ? ഷോപ്പിംഗ്, ഫ്രെയിം കംപ്ലീറ്റ് ആയി. ഇനിയിപ്പോൾ എന്നാ പരിപാടി എടുത്തത്? കുക്കിംഗ്. ഒരു സാധനം ഉണ്ടാക്കിയിട്ടില്ല ഈ വീട്ടില് ഇന്നത്തെ ദിവസം നമ്മള്, ഒരു സാധനം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ ഇംഗ്ലീഷ് ലഞ്ച് റെഡിയാക്കാൻ വേണ്ടി പോവാണ്. ഞാൻ തന്നെ കണ്ടുപിടിച്ച ലഞ്ചാണ്. സോ വെൽക്കം ടു പവർ കിച്ചൺ. ഒരുപാട് കളിയാക്കൽ കിട്ടിയിട്ടുള്ള ഒരു ഇതായിരുന്നു കേട്ടോ. നമ്മൾ ലാസ്റ്റ് ടൈം സീ ഫുഡിന്റെ വീഡിയോ ഇട്ടില്ലേ, അപ്പം ഞാൻ അത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പെട്ടെന്ന് പറഞ്ഞതാണ്. അപ്പൊ പെട്ടെന്ന് സ്പീഡിൽ പറഞ്ഞപ്പോൾ അവർ കിച്ചണാണ് ഞാൻ ഉദ്ദേശിച്ചത്, പക്ഷെ എല്ലാവരും കേട്ടത് പവർ കിച്ചൺ ആണ്. സോ നമ്മളത് പവർ കിച്ചൺ ആക്കി. സ്പെഷ്യൽ എന്താന്ന് പറഞ്ഞാൽ, സ്പെഷ്യല് ബീഫ് സ്റ്റേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഗ്രില്ല് ചെയ്തെടുത്ത് പിന്നെ ഇതൊക്കെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു നമ്മുടെ ട്രഡീഷനും അതുപോലെ തന്നെ ഇവിടുത്തെ ഇംഗ്ലീഷ് റെസിപ്പി കൂടി മിക്സ് ചെയ്ത് ഞാൻ തന്നെ കണ്ടുപിടിച്ച ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. നമ്മൾ ചോറ് കുറച്ച് നാളുകളായിട്ട് കുറച്ചിട്ടുണ്ട്. അപ്പം അത് കാരണം നമ്മൾ ഇങ്ങനത്തെ ഒക്കെ സംഭവങ്ങളാണ് നമ്മുടെ മെയിൻ ഐറ്റം. നമ്മൾ മെയിനായിട്ട് കഴിക്കുന്നതാണ് ബേബി പൊട്ടറ്റോസൊക്കെ ഞാൻ അരിഞ്ഞു വെച്ചു. കാരണം ഇതൊക്കെ നിൽക്കുന്നത് വീഡിയോ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലേ സമയം ഇങ്ങനെ അങ്ങോട്ട് പറന്ന് പോകും. പിന്നെ എന്തൊക്കെയാ? ഇത് ബ്രോക്കലി ഉണ്ട്, പിന്നെ ഇത് ക്യാരറ്റ്, പിന്നെ ഇത് ഇവിടുത്തെ തൈമാണ്. ലൈക്ക് നമുക്ക് പൊട്ടാറ്റോ ഒക്കെ കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അതിലിട്ട് കഴിയുമ്പോൾ നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഇത് റെഡി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലും ഇവിടെ ഇംഗ്ലീഷുകാർ യൂസ് ചെയ്യുന്നതാണ്. പിന്നെ സ്റ്റേക്കിൻ്റെ ഒരു സീസണിങ് പൗഡറും കൂടി വാങ്ങിച്ചിട്ടുണ്ട്. ആൻഡ് സോൾട്ട്, പെപ്പർ പൗഡർ, പിന്നെ സൺഫ്ലവർ ഓയിൽ. നമ്മളായിട്ട് ഇതൊന്ന് വാഷ് ചെയ്ത് എടുത്തേക്കാം. ഇത് ഓൾറെഡി വാഷ്ഡ് ആൻഡ് ക്ലീൻ ആണ്.
ബ്ലഡും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ നമ്മുടെ സ്റ്റേക്ക് സീസണിങ് റിച്ച് ആൻഡ് സേവറി സംഭവം. ഇതിൽ മറ്റേ കോൺഫ്ലേക്സ് ഈശ്വര, ഇതിൽ മറ്റേ ചില്ലി ഫ്ലേക്സ് ഒക്കെ ഉണ്ട് നന്നായിട്ട്. അത്യാവശ്യം നല്ലൊരു മസാലയുടെ സ്മെല്ലുണ്ട് ഈ ഒരു സീസണിങ് പൗഡറിന്. പിന്നെ സോൾട്ട്, വളരെ കുറച്ച് ഓയിൽ. ഇങ്ങനെ സ്റ്റേക്ക് ആയ കാരണം നന്നായിട്ട് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കാൻ പറ്റില്ലേ. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ പ്രിപ്പയർ ചെയ്യണത്. യാതൊരു ധാരണയില്ല ഇതിൻ്റെ കുക്കിംഗ് എന്താവുന്നൊന്നും. നമ്മുടെ കുക്കിംഗ് വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എല്ലാ നമ്മുടെ സൺഡേ വ്ളോഗ്സിലും സംതിങ് നമ്മൾ കുക്ക് ചെയ്യുന്നതായിരിക്കും. അതാവുമ്പോൾ എനിക്ക് എന്തെങ്കിലും കഴിക്കാം, എനിക്കെന്തെങ്കിലും അപ്പോൾ സമാധാനത്തിൽ കഴിക്കാം. എന്തെങ്കിലും വീഡിയോ എടുക്കണമായിരുന്നേ ഇടയ്ക്കിടയ്ക്ക് വെറൈറ്റികൾ ഈയിടെയായിട്ട് കൂടുന്നുണ്ട്. പക്ഷേ ഇത് പിന്നെ കുഴപ്പമില്ലാത്തത് ഒരു ഹെൽത്തി മീൽ എന്ന് പറയാവുന്ന കാരണം നമ്മൾ പിന്നെ ഒന്നും പ്രത്യേകിച്ച് പറയുന്നില്ല. ഓക്കെ, അപ്പോൾ മാരിനേറ്റ് വെച്ചിട്ട് നിയർലി 1/2 hour ആയി. എന്നിട്ട് നമ്മളിനി ഇത് ഓവൻ്റെ ഗ്രില്ലിലേക്ക് വെക്കുകയാണ്. ഇപ്പം എന്തൊട്ടിരിക്കണം? ഇപ്പം നമ്മൾ മറ്റേ ഇതിന്നിട്ട് തണ്ടോടിടല്ലേ ഹെൽപ്പ് ചെയ്യണത് ഇരട്ടിപ്പണിയാവുന്നുണ്ടോ? ഇപ്പോൾ ഒരുവിധം വെന്തിട്ടുണ്ട് കേട്ടോ. ഒരു 1/2 hour ആയി കാണുമല്ലോ. ഇപ്പോൾ ഒന്നെടുത്ത് മറിച്ചിട്ട് കൊടുക്കണോ? ഇതിങ്ങനെ പതുക്കെ മറിച്ചിട്ട് കൊടുക്കാം അല്ലേ. നല്ല മണം ഉണ്ട് കേട്ടോ. അപ്പോൾ ഫൈനലി നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട്. കുറച്ച് ടൈംസ് നമ്മൾ മുകളിൽ ഇങ്ങനെ വെതറി കൊടുക്കുക. ലുക്ക് നൈസ് അല്ലേ? സോ നമ്മുടെ എന്താണ് ലഞ്ച് കം ഡിന്നർ റെഡി ആയിട്ടുണ്ട്. നല്ല ലേറ്റ് ആയില്ലേ? നല്ല ലേറ്റ് ആയി കാരണം ഇത് കുക്കിങ്ങും ഷോപ്പിങ്ങും ഒക്കെ കഴിഞ്ഞ് വീഡിയോ ഒക്കെ എടുത്ത് എല്ലാ കഴിഞ്ഞപ്പോൾ ഒരുവിധം ടൈം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ഇത് ട്രൈ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പം ഇത് സ്പൈസി ബീഫ് സ്റ്റേക്ക്, ഞാൻ തന്നെ ഇട്ട പേരാണ്. പിന്നെ ഇത് നമ്മുടെ പൊട്ടറ്റോ ജസ്റ്റ് ഒന്ന് ഗ്രില്ല് ചെയ്ത് കുക്ക് ചെയ്തെടുത്തതാണ്. പിന്നെ ബ്രോക്കലി ഉണ്ട്. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതില്ലാത്ത സംഭവമാണ്. ഇത് ഞാൻ തന്നെ വെറുതെ വെച്ചെന്നുള്ളൂ. പിന്നെ നമ്മുടെ ക്യാരറ്റ്, കുക്ക്ഡ് ആയിട്ടുള്ള ക്യാരറ്റും. പിന്നെ 6 month ആനിവേഴ്സറി പ്രമാണിച്ച് നമ്മുടെ വൈനും. അപ്പോൾ അതോടുകൂടി ഇന്നത്തെ ഈ ഡേ ഇവിടെ അവസാനിക്കല്ലേ. നമ്മൾ വിചാരിച്ച പല പരിപാടികളും ഇവിടെ നടന്നിട്ടില്ല. പക്ഷേ ഈ ബീഫ് സ്റ്റീക്കോട് കൂടി ഇന്നത്തെ ഇവിടുത്തെ നാടകം അവസാനിക്കുന്നതാണ്. അപ്പോൾ അടുത്ത സാറ്റർഡേ കാണാം, സൺഡേ കാണാം.